എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ലോട്ടസ് സീഡ് ഉപയോഗിച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ബോഡി ഫാറ്റൊക്കെ കുറയ്ക്കണമെന്നുള്ളവർക്ക് അവരുടെ ആഹാരക്രമത്തിൽ ഇതുപോലെ ലോട്ടസ് സീഡ് ഉൾപ്പെടുത്താം. ആദ്യം തന്നെ ലോട്ടസ് സീഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു പാനിലിട്ട് വറുത്തെടുത്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ലോട്ടസ് സീഡ് സാധാരണയായിട്ട് സൂപ്പർ മാർക്കറ്റുകളിലും മിക്കവാറും കടകളിലും മേടിക്കാൻ കിട്ടും. വറുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ശരിയായിട്ട് വറുത്തോന്നറിയാൻ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒരു സീഡ് കയ്യിലെടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് പാകമായി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന സ്റ്റേജ് വരെ ഇതൊന്ന് വറുത്തെടുക്കണം. ഇതുപോലെ വറുത്തെടുക്കുമ്പോൾ കളർ മാറേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലോട്ടസ് സീഡ് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്. ലോട്ടസ് സീഡിൻ്റെ ബെനിഫിറ്റ് നെറ്റിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ പൊടിഞ്ഞു വരുന്ന സ്റ്റേജ് ആകുമ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് വറുത്ത് കിട്ടും. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അടുത്തതായിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരമായിട്ട് ബട്ടർ ഉപയോഗിച്ചാലും മതി. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറിലാണ് ഇതുണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവറിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. ഏത് ടേസ്റ്റാണ് നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഈ ലോട്ടസ് സീഡിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇതിന് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല. നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് സീഡ്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കണം. ശർക്കര കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ഉരുകി വന്നാൽ മാത്രം മതി. നന്നായിട്ട് ഉരുകി വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് സീഡ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളുത്ത എള്ളും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എള്ള് കയ്യിലില്ലാത്തവർക്ക് എള്ള് ഒഴിവാക്കാം. പകരമായിട്ട് കറുത്ത എള്ളാണോ കയ്യിലിരിക്കുന്നതെങ്കിൽ അതും ഉപയോഗിക്കാം. വളരെ കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ ഐറ്റമാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. വളരെയധികം ഗുണങ്ങളുള്ള ലോട്ടസ് സീഡ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.